ഹായ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടോ, രാവിലെ തന്നെ നമ്മുടെ ഷിൻചാനെയും ചോപ്പിനെയാണെങ്കിൽ ഇവിടെയൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അവന്മാർ രണ്ടുപേരും കൂടി പുറത്തേക്ക് എങ്ങനെ കറങ്ങാൻ പോയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. കേട്ടോ, ഞാനാണെങ്കിൽ പുതിയൊരു ബിസിനസ് ഐഡിയ ഒക്കെ തുടങ്ങിയിട്ട് ഇവിടെയാണെങ്കിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു വൈറ്റ് കളർ അംബാസിഡർ കാർ. ഇത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഇന്നിവിടെ ടാക്സി ഓടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാറെല്ലാം രാവിലെ തന്നെ സെറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കാണാം നമ്മുടെ ഷിൻചാനെയും ചോപ്പിനെയാണെങ്കിൽ ഇവിടെ കാണുന്നില്ല. അവന്മാരാണെങ്കിൽ രാവിലെ തന്നെ ഇത് എങ്ങോട്ടാണ് കറങ്ങാൻ പോയത് ഒരു പിടിയും കിട്ടുന്നില്ല. കേട്ടോ, എന്തായാലും എന്റെ ഡ്യൂട്ടി ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ എന്തായാലും ഈ ഒരു കാർ എടുത്തിട്ട് നേരെ ടാക്സി ഓടാൻ വേണ്ടിയിട്ട് സിറ്റിയിലേക്കാണ് കേസ് പോകുന്നത്. നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ആരെങ്കിലൊക്കെ കയറുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ബെന്നി അണ്ണന്റെ ഷോപ്പിലാണെങ്കിൽ പഴയ ഒരു കാർ തല്ലിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ബെന്നി അണ്ണന്റെ ഷോപ്പിലേക്ക് പോയതാട്ടോ. അപ്പോൾ കാണാൻ ഈ ഒരു കാറാണ് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഈ ഒരു കാറാണെങ്കിൽ നൈസായിട്ട് ബെന്നി അണ്ണന്റെ അടുത്ത് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി ഒരു ചെറിയൊരു പണിയൊക്കെ ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇറക്കി ഞാൻ ടാക്സി ഓടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലുള്ള ആ ഒരു തുരുമ്പും കാര്യങ്ങളൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. കേട്ടോ, ഈ ഒരു വണ്ടിയൊക്കെ ഓടി നമുക്കാണെങ്കിൽ നല്ലൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ, ഇതിൽ നിന്ന് ലാഭം കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്തായാലും ഈ ഒരു വണ്ടി ഇനി അപ്ഗ്രേഡ് ഒക്കെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നോക്കി നോക്കാം ആരെങ്കിലും നമ്മുടെ ഈ ഒരു വണ്ടിയിലൊക്കെ കയറുമോ നോക്കട്ടെ. ആരും കയറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നത് വെറുതെ ആയി പോകത്തില്ലേ. ദാണ്ടാണെങ്കിൽ ഇവിടെ വേറൊരു ടാക്സി എന്തോ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ടാക്സി അല്ല കേട്ടോ, ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ആണെങ്കിൽ ദാണ്ട ഈ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് ഈ ഒരു ചേച്ചിയാണെങ്കിൽ ഈ ഒരു ലോസ് ആൻഡോസ് സിറ്റിയിലുള്ള മെയിൻ ആയിട്ടുള്ള കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അതാണ് ഇവരുടെ പരിപാടി. ഞാൻ ആ ഒരു പരിപാടി നമ്മുടെ ഒരു അംബാസിഡർ കാറിൽ അങ്ങോട്ട് തുടങ്ങിയാലോ. എന്തായാലും നോക്കി നോക്കാം. ഹലോ ചേട്ടന്മാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇതോ അവന്റെ ടാക്സി അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതിൽ പോയി കയറിക്കോ. ആര് വേണമെങ്കിലും ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് ആക്കി തരാൻ. കേട്ടോ, മര്യാദയ്ക്ക് എന്നെ എവിടെയാണെങ്കിൽ നിന്നിട്ട് സെൽഫി എടുക്കാനും സമ്മതിക്കത്തില്ല. ഇവനാണെങ്കിൽ ഒന്ന് മാറി നിൽക്കണേ. എനിക്കാണെങ്കിൽ BMW കാറൊക്കെ ഉണ്ട്, അതോ തൊട്ടപ്പുറത്ത് കിടക്കുകയാണ്. പിന്നെന്തിനാണ് ഞാൻ ഈ ഒരു തുക്കട ടാക്സിയിലൊക്കെ വന്ന് കയറുന്നത്? ഓ, അത് ശരി. അവനക്കാണെങ്കിൽ BMW ഉള്ളതിന്റെ അഹങ്കാരമാണെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. അവനക്കാണെങ്കിൽ നമ്മുടെ ടാക്സി ഒന്നും വേണ്ടെന്ന് പറയുന്നത്. ഇവിടെ 3 ചേട്ടന്മാർ കൂടി നിൽക്കുന്നുണ്ടല്ലോ. ചേട്ടന്മാരെ, നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളെ കണ്ടിട്ടാണെങ്കിൽ എവിടെയോ അത്യാവശ്യമായിട്ട് പോവാൻ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കേട്ടോ, നിങ്ങളാണെങ്കിൽ വന്ന് എന്റെ ആ ഒരു ടാക്സിയിലോട്ട് ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങളെയാണെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് ആക്കി തരാം. പെട്ടെന്ന് വന്ന് കയറിക്കോ. കേട്ടോ, ഇന്ന് എന്റെ തുടക്ക ദിവസം ആയതുകൊണ്ടിട്ട് ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എടാ, അതിന് ഞങ്ങളാണെങ്കിൽ എവിടെയെങ്കിലും പോവാൻ നിൽക്കുന്നതാണെന്ന് നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞത്? ഞങ്ങളാണെങ്കിൽ ഇതോ തൊട്ടപ്പുറത്ത് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ഈ ഒരു ടാക്സിയിൽ കയറി പിന്നെ എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാ? ചേട്ടാ, തൊട്ടപ്പുറത്തുള്ള ആ ഒരു തിയേറ്ററിലെ സിനിമയൊന്നും കൊള്ളത്തില്ല. ചേട്ടാ, ആ ഒരു തിയേറ്ററേ കൊള്ളത്തില്ല. ചേട്ടനെയാണെങ്കിൽ ഞാൻ വേറെ നല്ല ലക്ഷറി തിയേറ്ററിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ നിന്നാണെങ്കിൽ ഒരു 10-15 കിലോമീറ്റർ പോകണമെന്നേ ഉള്ളൂ. ഞാനാണെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ടാക്സി ക്യാഷ് തന്നാൽ മതി എനിക്ക്. ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടാ വന്നിട്ടുള്ളത്. നീ പോയി എടാ, സിനിമ തുടങ്ങുന്ന സമയമായി. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്ന കമന്റുകളാണ് കേട്ടോ ഇത് മൊത്തം. ഇനിയും ഉണ്ട് 2-3 പേജുകളും കൂടി. വെയിറ്റ് ചെയ്തിട്ട് നോക്കുക നിങ്ങളുടെ കമന്റുകൾ ഇതിലുണ്ടോ എന്ന്. കേസ് ഇപ്പോൾ നിങ്ങളുടെ കമന്റുകൾ ഇതിലില്ലെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ കമന്റുകൾ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് ഒന്ന് ലൈക്ക് അടിച്ചതിന് ശേഷം ഈ വീഡിയോയെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് പേര് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹായ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഹായ് ഗൈസ്. അപ്പോൾ വീഡിയോ മസ്റ്റായിട്ട് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കമന്റ് വരാത്തവർ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്തേക്ക്. ഓ, ഇവന്മാരാണെങ്കിൽ ഇപ്പോൾ എന്റെ ടാക്സിയിൽ കയറൂലെന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ആരും എന്റെ ടാക്സിയിലൊന്നും കയറുമെന്നും വേണ്ടേ. എന്റെ ടാക്സിയൊക്കെ ആണെങ്കിൽ നല്ല ലക്ഷറി ടാക്സിയൊക്കെയാണ്. ഈ ഒരു ടാക്സി ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു തുരുമ്പിച്ച കളറിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടായിരിക്കും കേസ് ആരും തന്നെ കയറാത്തത്. ഓക്കെ, ദാണ്ട് ഇവിടെയാണെങ്കിൽ വേറെ കുറച്ചുപേര് നിൽക്കുന്നുണ്ട്. കേട്ടോ, ഇവരടുത്തും കൂടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഹലോ, പേടിക്കണ്ട. അയ്യോ ചേച്ചി, പേടിച്ചോടല്ലേ. ചേട്ടാ, പേടിച്ചോടല്ലേ. ചേട്ടാ, നിങ്ങളെയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. അതാണ്ട് ഇവിടെ 2 പേര് നിൽക്കുന്നുണ്ട്. ചേട്ടനെ കണ്ടിട്ടാണെങ്കിൽ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോവാൻ നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. വണ്ടി ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, വന്ന് എന്റെ വണ്ടിയിലോട്ട് കയറിക്കോ. ടാക്സിയാണ് ടാക്സി, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി തരാം. അതിന് ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതല്ല. എന്റെ ഫോണിലാണെങ്കിൽ റേഞ്ച് കിട്ടുന്നില്ല. ഞാൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിനക്ക് ഇത് റെഡിയാക്കി തരാൻ പറ്റുമെങ്കിൽ നീ ഇതൊന്ന് റെഡിയാക്കി താ. അല്ലാതെ എനിക്ക് ടാക്സിയിലൊരിടത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, അത് ശരി. ഇയാളുടെ ഫോൺ നന്നാക്കി തന്നിട്ട് എനിക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? പോയടെ. ഇവിടെ ആരും തന്നെ നമ്മുടെ ഈ ഒരു ടാക്സിയിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്നില്ലല്ലോടെ. ഈ ഒരു കാറൊക്കെ എടുത്തുകൊണ്ട് സിറ്റിയിലോട്ട് ഇറങ്ങിയത് വെറുതെ ആയി പോയെന്നാ കേസ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എങ്ങും വേറെ ആരെയും കാണുന്നൊന്നും ഇല്ലല്ലോ. അതാണ്ട് ഇവിടെയാണെങ്കിൽ കുറച്ച് ആൾക്കാർ വേറെ കൂടി നിൽക്കുന്നുണ്ട്. കേട്ടോ, ഇവരടുത്തും കൂടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇയാളാണെങ്കിൽ ദാണ്ട് ഇവിടെ ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓ, ഇവന്മാരൊക്കെ സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ്. ഇവന്മാരുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരാരും വരത്തില്ല എന്നാ തോന്നുന്നത്. ഇയാൾ ദാണ്ട് ഈ ഒരു കടയിൽ നോക്കി എന്തോ സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുന്നതാണെന്നാ കേസ് എനിക്ക് തോന്നുന്നത്. ചേട്ടനാണെങ്കിൽ ഈ ഒരു കടയിൽ നിന്ന് എന്ത് സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ചേട്ടോ, ആ ഒരു സാധനം ഒന്നും കൊള്ളത്തില്ല. കേട്ടോ, ഇതിനെക്കാളും നല്ല കിടിലൻ സാധനമുള്ള വേറെ കടയാണെങ്കിൽ എനിക്കറിയാം. ഒരു 10-15 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. കേട്ടോ, ചേട്ടനാണെങ്കിൽ വന്നിട്ട് എന്റെ ആ ഒരു ടാക്സിയിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ ആ ഒരു ടാക്സിയിൽ ഞാനാണെങ്കിൽ ആ ഒരു കടയിലേക്ക് കൊണ്ടുപോകാം. ചേട്ടാ, ഒന്ന് പെട്ടെന്ന് കയറി. ഇന്നെന്റെ ഉദ്ഘാടന ദിവസമൊക്കെ ആയതുകൊണ്ടിട്ട് ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. കേട്ടോ, അതിനെ ഞാൻ ഈ ഒരു കടയിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന്
നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? ആക്ച്വലി ഇത് എന്റെ കട തന്നെയാണ്. ഈ ഒരു ഗ്ലാസ് ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഇത് ക്ലീൻ ആയോ എന്ന് വെളിയിൽ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അല്ലാതെ എന്റെ കടയിൽ നിന്ന് ഞാൻ എന്ത് സാധനം മേടിക്കാനാണ്? ഓ, അപ്പൊ നീയാണല്ലേ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ വേറെ കടയിലേക്ക് മാറ്റി വിടുന്നത്. കള്ളനെ കിട്ടി, കള്ളനെ കിട്ടി, കള്ളനെ കിട്ടി. ഞാൻ നോക്കിയായിരുന്നു എന്റെ കടയിലാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ആളൊന്നും കേറാത്തത് എന്താണെന്ന്. അയ്യോ ചേട്ടാ, ഞാനാണെങ്കിൽ ഇന്നാണ് ചേട്ടോ ചേട്ടന്റെ കടയും ഈ ഒരു സ്ഥലമൊക്കെ കാണുന്നത് തന്നെ. എന്റെ പൊന്നടാവേ, ഇപ്പൊ അയാളുടെ കയ്യിലിരിക്കുന്ന തല്ല് മുഴുവൻ ഞാൻ മേടിച്ച് കൂട്ടുമെന്നാ തോന്നുന്നത്. വണ്ടി എടുക്ക്, സ്ഥലം വിട്, സ്ഥലം വിട്, സ്ഥലം വിട്, സ്ഥലം വിട്, സ്ഥലം വിട്. ഓക്കെ, ദാണ്ട് ഇവിടെ ആണെങ്കിൽ വേറെ കുറച്ചുപേര് നിൽക്കുന്നുണ്ടല്ലോ. ഇവർക്ക് ആർക്കെങ്കിലും എങ്ങോട്ടെങ്കിലും പോണോ? ചേച്ചി, എങ്ങോട്ടെങ്കിലും പോണോയെങ്കിൽ വന്ന് കയറിക്കോ. ഞാനാണെങ്കിൽ ടാക്സിയിൽ കൊണ്ടുവന്നാക്കി തരാം. തുച്ഛമായ ക്യാഷേ ഉള്ളൂ. ഫുൾ എയർ കണ്ടീഷനുള്ള ടാക്സിയാണ് കേട്ടോ ഇത്. അതിന് എനിക്ക് ഒരിടത്തും പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല നിൽക്കുന്നത്. ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ കാത്തു നിൽക്കുന്നതാണ്. അവനിപ്പോ അവന്റെ BMW ബൈക്കിൽ ഇങ്ങോട്ടേക്ക് വരും. ഓ, ഭയങ്കര ലക്ഷറി ആളാണെന്ന് തോന്നുന്നു ഇതാണെങ്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ, പോട്ടെ പോട്ടെ. ആ, ഇയാളെ കണ്ടിട്ട് ഇവിടെ പോകാൻ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ചേട്ടാ വന്ന് കയറി, ചേട്ടാ വന്ന് കയറി. ഞാനാണെങ്കിൽ തട്ടിക്കൊണ്ട് പോകാനെന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവന് നമ്മുടെ ഈ ഒരു ടാക്സിയിൽ കയറത്തില്ല എന്ന്. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നവര് ചിലപ്പോൾ നമ്മുടെ ടാക്സിയിൽ കയറാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നേരെ എന്തായാലും ഹോസ്പിറ്റലിൽ അങ്ങോട്ടേക്ക് പോവാമെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു ട്രിപ്പെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ അങ്ങോട്ടേക്ക് കത്തിച്ചു വിടാം. നമ്മളാണെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഇവിടത്തെ ഈ ഒരു ഡോക്ടറിന്റെ അടുത്താണെങ്കിൽ നമ്മൾ വിശപ്പിനുള്ള മരുന്ന് തരാൻ പറഞ്ഞിട്ട് ഈ ഒരു ഡോക്ടറാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാ മരുന്ന് തരാത്തത്? എടാ ഷിൻജാനെ, പറഞ്ഞതുപോലെ ശരിയാണല്ലേ. നമുക്ക് രണ്ടുപേർക്കും 2 ദിവസമായിട്ട് നല്ല രീതിയിൽ വിശപ്പൊന്നും അടിക്കുന്നൊന്നുമില്ല. ഫ്രാങ്കിൾ ബായി ആണെങ്കിൽ തരുന്ന ഫുഡ് ഒന്നും കഴിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ടിട്ട് ഫ്രാങ്കിൾ ബായി ആണെങ്കിൽ ഇപ്പൊ ഫുഡൊക്കെ വളരെ കുറച്ചാണ് നമുക്ക് തരുന്നത്. അതേടാ ചോപ്പേ, അതെ 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 അതെ. അതുകൊണ്ടിട്ടാണ് ഞാൻ നിന്നെ കൂട്ടിയിട്ട് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പൊ ഈ ഒരു ഡോക്ടർ പറയാണ് നിന്നെ കാണിക്കേണ്ടത് ഈ ഒരു ഹോസ്പിറ്റലല്ല, വേറെ ഹോസ്പിറ്റലാണ്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നാ പിന്നെ എനിക്ക് മരുന്ന് തരാൻ പറഞ്ഞപ്പോ ആ ഒരു ഡോക്ടർ പറയാണ് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലാന്ന്. ഓ, അങ്ങനെയാണല്ലേ. അപ്പൊ എന്നെ കാണിക്കേണ്ടത് വേറെ ഹോസ്പിറ്റലാണ്. അപ്പൊ ഈ ഹോസ്പിറ്റലല്ലേ എന്നെ കാണിക്കേണ്ടത്? അല്ലടാ, അല്ല നിന്നെയാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് പ്രത്യേകം വേറെ ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എനിക്ക് മരുന്ന് കിട്ടിയില്ല. നിനക്കെങ്കിലും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കിട്ടുമെങ്കിൽ നിനക്കെങ്കിലും മേടിച്ചു തരാം. എങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇവിടെ എടുത്ത് കഴിക്കാം. അപ്പോഴത്തേക്കും എനിക്ക് എന്തായിരുന്നാലും വിശപ്പടിക്കുമല്ലോ. ഫ്രാങ്കും ബായി ആണെങ്കിൽ കുറെ ഫുഡ് മേടിച്ചു തരും. അപ്പോഴാണെങ്കിൽ ഫുഡ് ആണെങ്കിൽ ഒരുപാടൊന്നും എനിക്കാണെങ്കിൽ ഇപ്പൊ കഴിക്കാനേ പറ്റുന്നില്ല. എന്തോരം വിഷമം ഉണ്ടെന്നറിയാമോ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തതിൽ. എടാ, അപ്പൊ പിന്നെ എന്റെ കാര്യം നിനക്ക് ഊഹിക്കാവുന്നുള്ളതല്ലേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറക്കി തിന്നുന്നതാണ്. അതുപോലും ഇപ്പൊ കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഒരുപാട് ദിവസം കൊണ്ടേ എന്നെയാണെങ്കിൽ അങ്ങോട്ടൊക്കെ വിളിക്കുകയാണ് അവന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ വിശപ്പില്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനാണെങ്കിൽ ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് പോലും പോവാത്തത്. ഓ, അപ്പൊ നിന്റെ കാര്യവും കഷ്ടമാണല്ലേടാ. എന്തായാലും കുഴപ്പമില്ല. വാ, നിന്റെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് നിനക്ക് മരുന്ന് കിട്ടുമോ നോക്കി നോക്കാം. വാടാ ചോപ്പേ, വാ വാ വാ. എന്തായാലും ഇവിടെ നിന്നാണെങ്കിൽ ഏതെങ്കിലും ടാക്സി കിട്ടുമോ നോക്കട്ടെ. വന്നോ 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 വന്നോ. ഓ, അതുകൊണ്ട് അവിടെയാണെങ്കിൽ വൈറ്റ് കളർ കാർ കിടക്കുന്നുണ്ട്. ആ കാറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ട് എവിടെയോ കണ്ട് നല്ല പരിചയമുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോടാ ചോപ്പേ. വന്നേ നമുക്ക് പരിചയമുള്ള ആളെ വല്ലതും ആണെങ്കിൽ ആ ഒരു ടാക്സിക്ക് നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ, ഇത് ഫ്രാങ്ക്ലിൻ ബായി ആണ് ഇവിടെ നിൽക്കുന്നത്. ഫ്രാങ്ക്ലിൻ ബായി എന്താ ഫ്രാങ്ക്ലിൻ ബായി ഇവിടെ വന്ന് നിൽക്കുന്നേ? ചോപ്പേ പൊക്കിടാ, നമ്മളെ ഫ്രാങ്ക്ലിൻ ബായി പൊക്കി. എടാ ഷിൻജാനെ, ചോപ്പേ, നിങ്ങളാണെങ്കിൽ ഇവിടെ വന്നിരിക്കുകയായിരുന്നു അല്ലേ? എടാ, നിങ്ങൾ എന്തിനാടാ ഈ ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ വന്നത്? എന്ത് പറ്റി? നിങ്ങളുടെ ആരെങ്കിലും ഇവിടെയാണെങ്കിൽ വയ്യാതെ വല്ലതും കിടക്കുന്നുണ്ടോ? കാണാൻ വേണ്ടിട്ട് വന്നതായിരിക്കുമല്ലേ നിങ്ങള്? അല്ല ഫ്രാങ്ക്ലിൻ ബായി, ഞങ്ങളാണെങ്കിൽ കുറച്ച് മരുന്ന് കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ്. മരുന്ന് കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നതാണോ? എന്ത് മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട്? അതിന് നിങ്ങൾക്ക് എന്താടാ പ്രശ്നം? എടാ, നിനക്ക് പനി വല്ലതും ഉണ്ടോ? എങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ? അതല്ല ഫ്രാങ്ക്ലിൻ ബായി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ വിശപ്പിനുള്ള മരുന്ന് കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. 2 ദിവസമായിട്ട് നല്ല രീതിയിൽ വിശക്കുന്നൊന്നുമില്ല. ഫ്രാങ്ക്ലിൻ ബായി തരുന്ന ഫുഡ് പോലും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഞങ്ങളാണെങ്കിൽ പുറത്തുനിന്നൊക്കെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കാറുള്ളതാണ്. ഇപ്പൊ അതുപോലും കഴിക്കാൻ പറ്റുന്നില്ല ഫ്രാങ്ക്ലിൻ ബായി. അതുകൊണ്ട് വിശപ്പിനുള്ള മരുന്ന് കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഈ ഒരു ഡോക്ടർ പറയാ എനിക്ക് ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് എനിക്ക് മരുന്ന് തരത്തില്ല എന്ന്. ഞാനാണെങ്കിൽ അതുകൊണ്ടിട്ട് നമ്മുടെ ചോപ്പിനെയും കൊണ്ട് ചോപ്പിന്റെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഓ, അപ്പൊ അതാണല്ലേ പരിപാടിയൊക്കെ. എടാ ഷിൻജാനെ, ചോപ്പേ, എടാ, വിശപ്പിനുള്ള മരുന്നൊന്നും അങ്ങനെയാണെന്നും കിട്ടത്തൊന്നും ഇല്ല. നിങ്ങൾ എന്തായാലും വന്ന് എന്റെ ഈ ഒരു പുതിയൊരു ടാക്സിയിലോട്ട് കയറ്. നമുക്കാണെങ്കിൽ കുറച്ച് പരിപാടികളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയ ടാക്സിയോ? ഇത് കണ്ടിട്ട് ഏതോ തല്ലിപ്പൊളി വണ്ടി പോലെയാണല്ലോ തോന്നുന്നത്. ഇതൊക്കെ എവിടുന്ന് ബുക്ക് ചെയ്തുകൊണ്ട് വന്ന ഫ്രാങ്ക്ലിൻ ബായി ആണെങ്കിൽ? ഫ്രാങ്ക്ലിൻ ബായി പുതിയ ടാക്സി ബിസിനസ് തുടങ്ങിയോ ഇപ്പോ? അതേടാ ചോപ്പേ, അതെ. ഞാനാണെങ്കിൽ ഈ ഒരു ടാക്സിയൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ടാക്സി ആയിട്ട് ഓടാന്ന് വിചാരിച്ചപ്പോ ആരും തന്നെ ഈ ഒരു വണ്ടിയിലോട്ട് കേറുന്നില്ലടാ ഷിൻജാനെ. അത് കൊള്ളാം ഫ്രാങ്ക്ലിൻ ബായി. ഈ ഒരു തല്ലിപ്പൊളി വണ്ടിയിൽ ആരെങ്കിലും കേറുവോ ഫ്രാങ്ക്ലിൻ ബായി? ഈ ഒരു വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഈ ഒരു വണ്ടിയിൽ വന്ന് കേറുവോ? അതെന്താടാ ഷിൻജാനെ നീ അങ്ങനെയൊക്കെ പറയുന്നത്? ഈ ഒരു വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്ന് കേറേണ്ടതല്ലേ? ഇത് ലക്ഷറി വണ്ടിയല്ലേടാ. ഇതാണെങ്കിൽ നല്ല എയർ കണ്ടീഷനൊക്കെ ഉള്ള നല്ല കിടിലം വണ്ടിയല്ലേടാ ഷിൻജാനെ. ഫ്രാങ്ക്ലിൻ
ഫ്രാങ്ക്ലിൻ ബായിക്ക് അറിയാത്തത് കൊണ്ടിട്ടാണ്. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിട്ട് ആരും ഇതേപോലുള്ള വലിയ വണ്ടികളൊന്നും വിളിച്ച് കേറാറൊന്നുമില്ല. അഥവാ കേറിയാൽ തന്നെയും ഇതേപോലുള്ള ചപ്പട്ട വണ്ടിയിലൊന്നും കേറത്തില്ല ഫ്രാങ്ക്ലിൻ ബായി. നമുക്കാണെങ്കിൽ ഇതിനെക്കാളും ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും ടാക്സി ഉണ്ടോ നോക്കി നോക്കാം. അതാകുമ്പോ ക്യാഷ് കുറവായത് കൊണ്ടിട്ട് ആൾക്കാർ ആ ഒരു വണ്ടിയിൽ കയറും. ഫ്രാങ്ക്ലിൻ ബായിക്ക് ഇതാരാ തന്നത്? നമുക്ക് ഇത് അവിടെ തന്നെ തിരിച്ചു കൊടുത്തിട്ട് ചെറിയ ടാക്സി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അത് മേടിക്കാം. എടാ ഷിൻചാനെ, എനിക്കിത് തന്നത് നമ്മുടെ ബെന്നിയണ്ണനാടാ തന്നത്. ബെന്നിയണ്ണനാണെങ്കിൽ ഈ ഒരു വണ്ടി ബെന്നിയണ്ണന്റെ ഷോപ്പിൽ വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് ഈ ഒരു വണ്ടിയാണെങ്കിൽ കണ്ട ഉടനെ തന്നെ ഇതിനെ അങ്ങ് മേടിച്ചോണ്ടിങ്ങ് വന്നായിരുന്നടാ. പൈസ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ചെറിയ രീതിയിൽ തട്ടുപൊടുപ്പും പണികളൊക്കെ ചെയ്തിട്ട് ഈ ഒരു വണ്ടിയാണെങ്കിൽ ഞാൻ ഇങ്ങ് എടുത്തായിരുന്നു ടാക്സി ആയിട്ട് ഓടാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ടാക്സി ഒക്കെ പിന്നീട് മേടിക്കാന്ന് വിചാരിച്ചു. ഫ്രാങ്ക്ലിൻ ബായി, ഇതിൽ നിന്ന് ലാഭമൊന്നും കിട്ടത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം ഫ്രാങ്ക്ലിൻ ബായിക്ക് ഐഡിയയൊക്കെ. ഇതിനേക്കാളും ചെറിയൊരു ടാക്സി എടുത്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഓടാം. അതാകുമ്പോ കുറച്ച് പൈസയിലേ ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ആ ഒരു ടാക്സിയിൽ കയറി വരും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 4 ടയറുള്ള വണ്ടി മാറ്റി 3 ടയറുള്ള വണ്ടിയാക്കാം. 3 ടയറുള്ള വണ്ടിയോ? നീ 4 ടയർ എടുത്ത് മാറ്റിയിട്ട് എങ്ങനെയാടാ ഷിൻചാനെ ഈ ഒരു കാറിന് നമ്മൾ 3 ടയറൊക്കെ ആക്കുന്നത്? കാറൊക്കെ 3 ടയറിലൊക്കെ ഓടിക്കാൻ പറ്റൂടാ ഷിൻചാനെ? ബെന്നിയാണെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് വണ്ടി പണിഞ്ഞൊന്നും തരത്തില്ല കേട്ടോ. ഫ്രാങ്ക്ലിൻ ബായി എന്തോ ഫ്രാങ്ക്ലിൻ ബായി പറയുന്നത്? ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ഓട്ടോറിക്ഷ എടുക്കാമെന്ന ഫ്രാങ്ക്ലിൻ ബായി പറഞ്ഞത്. ഓട്ടോറിക്ഷയിലാകുമ്പോ സാധാരണക്കാരെല്ലാവരും കയറുന്നത് ഓട്ടോറിക്ഷയിലാണ്. അതുകൊണ്ടിട്ട് ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞാല് നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ ടാക്സി ആയിട്ട് ഓടാനൊക്കെ പറ്റും. ഫ്രാങ്ക്ലിൻ ബായി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു വണ്ടിയാണെങ്കിൽ കിട്ടുന്ന പൈസക്ക് നമുക്ക് എന്തായാലും എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്കാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ മേടിക്കാം ഫ്രാങ്ക്ലിൻ ബായി. ഓ, ഷിൻചാൻ പറഞ്ഞത് എന്തായാലും നല്ലൊരു ഐഡിയ ആണെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കാറൊക്കെ കാണുമ്പോൾ ഒരാൾ വല്ലതും ഉണ്ടെങ്കിൽ അയാളാണെങ്കിൽ ഈ ഒരു വണ്ടിയിൽ കയറാൻ മടിക്കും. കാരണം ഒരാളായിട്ട് ഈ ഒരു ടാക്സിയിൽ കയറിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ക്യാഷ് ഒക്കെ എന്തായാലും ചിലവാകത്തില്ല. അതുകൊണ്ടിട്ട് ഈ ഒരു ടാക്സിയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാളായിട്ട് വരുന്നവർ എന്തായാലും മടിക്കും ഷിൻചാൻ പറഞ്ഞതുപോലെ. പക്ഷെ ഓട്ടോറിക്ഷയാണെന്നുണ്ടെങ്കിൽ ഒരാളായിട്ട് വന്നിരുന്നാലും ആ ഒരു ഓട്ടോറിക്ഷയിൽ കയറി അയാൾക്ക് പോവേണ്ട സ്ഥലത്ത് എത്താനേ അയാൾ നോക്കത്തുള്ളൂ. കാരണം എന്താണ്, അതിലാകുമ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ കുറവല്ലേ. ഷിൻചാൻ പറഞ്ഞതുപോലെ സാധാരണക്കാരന്റെ ടാക്സി എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ തന്നെയാണ്. അതുകൊണ്ടിട്ട് എന്തായാലും ഞാൻ ഓട്ടോറിക്ഷ തന്നെ സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. ഷിൻചാനെ വാടാ വന്ന് കേറ്. നിന്റെ ബുദ്ധി എന്തായാലും കൊള്ളാം. എടാ ഷിൻചാനെ, അപ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു വിഷപ്പിനുള്ള മരുന്ന് മേടിക്കാൻ വേണ്ടി പോകണ്ടേ എന്റെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക്? എടാ ചോപ്പേ, ചുമ്മാതിരിക്കടാ ചോപ്പേ. ഞങ്ങളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പുതിയൊരു ബിസിനസ് ഐഡിയ തട്ടിക്കൂട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഇവനാണെങ്കിൽ വിഷപ്പിനുള്ള മരുന്ന് വേണമെന്ന്. എടാ നിനക്ക് വിഷപ്പിനുള്ള മരുന്നൊക്കെ ഞാൻ മേടിച്ചു തരാടാ ചോപ്പേ. നീ എന്തായാലും ധൈര്യമായിട്ടിരിക്കും. നീ എന്തായാലും ഫ്രാങ്ക്ലിനാണ് നമുക്ക് ഈ ഒരു ബിസിനസ് ഐഡിയക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വിഷമിനുള്ള മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടി പോവാൻ. ഫ്രാങ്ക്ലിനാണ് ഓട്ടോറിക്ഷ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ ആ ഒരു ഓട്ടം തന്നെയാണ് ഫ്രാങ്ക്ലിനാണ് വരാൻ വേണ്ടി പോകുന്നത്. ആ ഒരു വിഷമിനുള്ള മരുന്ന് മേടിക്കാൻ വേണ്ടിട്ട് അല്ലേ ഫ്രാങ്ക്ലിൻ ബായി? ഓ പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂടാ ഷിൻചാനെ, അതൊക്കെ അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യ്. ഈ ഒരു വണ്ടിയാണെങ്കിൽ ഞാനാണെങ്കിൽ നമ്മുടെ ആ ഒരു ആക്രി പറക്കുന്ന ആ ഒരു സ്ഥലമില്ല, ആ ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാൻഡ് വിലക്ക് ഇത് അവിടെ തന്നെ അങ്ങ് കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ വല്ലതും കിട്ടുമെന്ന് നോക്കി നോക്കാം. അവിടെയാണെങ്കിൽ പക്ഷേ ഓട്ടോറിക്ഷകളൊന്നും കാണാനൊന്നും ചാൻസ് ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു കാറ് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ബെന്നിയാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്ന കാറാണ്. പക്ഷേ ഈ ഒരു കാർ വിറ്റ് കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു എമൗണ്ട് കിട്ടാതിരിക്കത്തില്ല. ഒരു ഓട്ടോറിക്ഷ മേടിക്കാനുള്ള പൈസയൊക്കെ എന്തായിരുന്നാലും ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് ഷിൻചാനെ എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ആക്രി പറക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോയേക്കാടാ ഷിൻചാനെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങളാണെങ്കിൽ നേരെ ആ ഒരു ആക്രി പറക്കുന്ന സ്ഥലത്തേക്കാട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു കാർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാറിന് ഇവർ തല്ലി പൊളിച്ച് ഇവിടെ ഇട്ടേണ്ടി അങ്ങ് വിറ്റോളും. ഈ ഒരു കാറാണെങ്കിൽ ഇനി തല്ലി പൊളിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ള് തുരുമ്പെടുത്ത് ഫുള്ള് അലങ്കോലമായി പോയിരിക്കുകയാണ്. ഓക്കെ ഷിൻചാനെ, ഇറങ്ങി. ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടായാൽ മതിയായിരുന്നു. ആദ്യം ഇവിടെയാണെങ്കിൽ ഓട്ടോറിക്ഷ വല്ലതും കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം, പഴയത് വല്ലതും. ഇവിടെയാണെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടാവാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെയാണെങ്കിൽ പഴയ കാറുകളും ബസ്സുകളും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓട്ടോറിക്ഷയൊന്നും കാണാനുള്ള ചാൻസ് ഒന്നും ഇല്ല. ഷിൻചാനെ ഇവിടെയൊന്നും കാണാത്ത. ഓ, അവനാണെങ്കിൽ അപ്പുറത്ത് നോക്കാൻ വേണ്ടി പോയി എന്ന് തോന്നുന്നു. എടാ അവിടെയൊക്കെ നോക്കിയിട്ട് ഉണ്ടോടാ അവിടെയാണെങ്കിൽ? ഓട്ടോറിക്ഷ പോയിട്ട് ഓട്ടോറിക്ഷ ടയർ പോലും ഇവിടെയൊന്നും കാണുന്നില്ല ഫ്രാങ്ക്ലിൻ ബായി. ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോറിക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു കാർ എന്തായാലും നമുക്ക് ഇവിടെ വിറ്റിട്ട് ആ ഒരു പൈസയും കൊണ്ടുപോയിട്ട് നമുക്ക് വേറെ ഓട്ടോറിക്ഷ മേടിക്കാൻ വേണ്ടി നോക്കാം. ഓക്കേടാ ഷിൻചാനെ, വാ. എന്തായാലും നമുക്ക് ഈ ഒരു കാർ ഇവിടെ തന്നെ അങ്ങ് സെയിൽ ചെയ്തേക്കാം. ഇതിന്റെ ആൾ എവിടെയാണ്? ഇയാളെയാണെങ്കിൽ ഇനിയിപ്പോ ഈ ഒരു ആക്രിയുടെ ഇടയിൽ നിന്ന് ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനിടേ? ഷിൻചാനെ, ഇവിടെ എവിടെയെങ്കിലും അയാൾ നിൽക്കുന്നുണ്ടോ നോക്കിയേ. അതാണ്ട് വരുന്നുണ്ടല്ലോ അയാളാണെങ്കിൽ. എന്റെ പൊന്നി ചേട്ടനാണെങ്കിൽ ഞാൻ എത്ര സമയം കൊണ്ട് ഇവിടെ കിടന്ന് നോക്കുന്നു അറിയാമോ? ഫ്രാങ്ക്ലിന് എന്ത് പറ്റി? ഏതെങ്കിലും പഴയ വണ്ടികൾ വേണമെങ്കിൽ നീ ഇവിടെ വന്ന് നോക്കി അങ്ങ് എടുത്തോണ്ട് പോയാൽ പോരെ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ പഴയ വണ്ടികൾ വല്ലതും വേണമെങ്കിൽ വന്ന് എടുത്തോണ്ട് അങ്ങ് പോവുക. കാശും കാര്യങ്ങളൊക്കെ നീ എനിക്ക് അയച്ചു തന്നാൽ മതി. അതല്ല ഏട്ടാ, ഞാനാണെങ്കിൽ ഇവിടുന്ന് പഴയ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് വന്നതല്ല. അതാണ്ട് ഈ ഒരു കാർ ഇവിടങ്ങൾക്ക് ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ നല്ലൊരു കാർ പോലെയൊക്കെയാണല്ലോ തോന്നുന്നത്. ഇതെന്തിനാണ് നീ ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത്? ഞങ്ങളാണെങ്കിൽ ഇവിടെ പൊളിച്ചു കൊടുക്കുന്ന വണ്ടികളൊക്കെ എടുക്കാറുള്ളൂ. ചേട്ടാ, ഈ ഒരു വണ്ടിയാണെങ്കിൽ ഒരു തല്ലിപ്പൊളി വണ്ടിയായിട്ടാ. ഇതാണെങ്കിൽ കണ്ടില്ലേ
ഫുള്ള് സ്ക്രാച്ച് ഒക്കെ ആയിട്ട് ഫുള്ള് പെയിന്റ് ഒക്കെ പോയി ഫുള്ള് തുരുമ്പിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇതിന്റെ പ്ലാറ്റ്ഫോം മുഴുവനും തുരുമ്പിച്ച് ഫുള്ള് പോയി ഇരിക്കുകയായിട്ടാ. ഇതാണെങ്കിൽ ഇനി ഓടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, ഓടുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ടാക്സി ആയിട്ട് പോലും ഇനി ഓടാൻ പോലും പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്തായാലും ഇത് നിങ്ങൾ എടുത്തോ, നിങ്ങൾ പുതുക്കി പണിഞ്ഞ് വേറെ പുതിയ വണ്ടി പോലെ വിൽക്കുന്നെങ്കിൽ അങ്ങനെ വിറ്റാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ക്യാഷ് എന്തായാലും കിട്ടിയേ പറ്റത്തുള്ളൂ. ഓക്കെ എന്തായാലും ഈ ഒരു കാർ നീ ഇവിടെ ഇട്ടേക്ക്, നിനക്ക് എന്തായാലും കുറച്ച് ക്യാഷ് ഞാൻ എന്തായാലും തന്നേക്കാം. അമിതമായിട്ടൊന്നും പ്രതീക്ഷിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ചേട്ടാ എനിക്ക് അമിതമായിട്ടൊന്നും വേണ്ട, എനിക്കൊരു ഓട്ടോറിക്ഷ മേടിക്കാനുള്ള ഒരു ക്യാഷ് തന്നാൽ മതി. ഓട്ടോറിക്ഷ മേടിക്കാനോ? അത് കൊള്ളാലോ. ഓക്കെ എന്തായാലും അതിനുള്ള ക്യാഷ് ഒക്കെ ഞാൻ തന്നോളാം. പിന്നെ ഈ ഒരു കാർ തരുമ്പോ ഇതിന്റെ മുകളിലിരിക്കുന്ന സാധനം എനിക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണോ നീ ആണെങ്കിൽ? ഈ മുകളിലിരിക്കുന്ന സാധനോ? എടാ ചോപ്പേ ഇറങ്ങടാ ഈ ഒരു വണ്ടിയുടെ മുകളിൽ നിന്ന്. ഈ ഒരു കാറാണെങ്കിൽ നമ്മളിവിടെ വിറ്റു. ഈ ഒരു കാറിന് നമ്മുടെ ഒന്നും അല്ല. ഇറങ്ങടാ ചോപ്പേ, ഇറങ്ങ്. അയ്യോ ഫ്രാങ്ക്ലിൻ ഭായ്, ഇതൊക്കെ നേരത്തെ എന്റെ അടുത്ത് പറയണ്ടായിരുന്നു ഈ ഒരു കാർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പൊ ഇവന്മാരും കൂടി എന്നെയാണെങ്കിൽ ഈ ഒരു കാറിന്റെ കൂടെ തല്ലി പൊളിച്ചങ്ങ് വിറ്റേനായിരുന്നു. എടാ ചോപ്പേ പോട്ടെ കുഴപ്പമില്ല. നീ എന്തായാലും നമ്മൾ താഴെ ഇറക്കിയല്ലോ, നിന്നെ അങ്ങനെ ഇവിടെ കൊടുത്തിട്ടൊന്നും പോകത്തൊന്നും ഇല്ലടാ നമ്മളാണെങ്കിൽ. ആ ചേട്ടാ എനിക്കാണെങ്കിൽ ഒരു പൈസ തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ഓക്കേടാ ഫ്രാങ്ക്ലിനെ, ക്യാഷ് എന്തായാലും നിനക്ക് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് തന്നേക്കാം, നീ പേടിക്കണ്ടെന്നേ. ഫ്രാങ്ക്ലിൻ ഭായി, ആ ഒരു ക്യാഷ് മേടിച്ചോണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് കുറെ സമയമായി കേട്ടോ. ഇതുവരെ നമുക്കാണെങ്കിൽ ഓട്ടോറിക്ഷ സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രാങ്ക്ലിൻ ഭായി എവിടെയെങ്കിലും വിളിച്ചിട്ട് ഏതെങ്കിലും ഓട്ടോറിക്ഷ സെക്കൻഡ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് ഫ്രാങ്ക്ലിൻ ഭായി. അതെ ഫ്രാങ്ക്ലിൻ ഭായ്, അതെ എവിടെയെങ്കിലും വിളിച്ചിട്ട് ഏതെങ്കിലും ഓട്ടോറിക്ഷ വല്ലതും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. എങ്കിലേ നമുക്കാണെങ്കിൽ ഷിൻചാൻ പറഞ്ഞതുപോലെ ആ ഒരു ബിസിനസ് സെറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് വേണം ആ ഒരു ഓട്ടോറിക്ഷയിൽ എനിക്ക് വിശപ്പിനുള്ള മരുന്ന് മേടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. എടാ ഷിൻചാനെ, ഞാനാണെങ്കിൽ എല്ലാവരെയും വിളിച്ച് ചോദിച്ചായിരുന്നടാ എവിടെയെങ്കിലും ഓട്ടോറിക്ഷ വല്ലതും കൊടുക്കാൻ വേണ്ടി ഉണ്ടോന്ന്. എല്ലാവരും ഇല്ല എന്നാടാ പറയുന്നത്. ആരും തന്നെ ഉണ്ടെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അവസാനമായിട്ട് വിളിക്കാൻ നമ്മുടെ ട്രെവർ എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ഞാനാണെങ്കിൽ എന്തായാലും അയാളെയും കൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ ട്രെവർ എണ്ണം ഫോൺ എടുത്താൽ മതിയായിരുന്നു. എന്റെ ഫോൺ കോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രെവർ എണ്ണം ഫോൺ ഒന്നും എടുക്കാറില്ല കേട്ടോ. എടുത്ത് ഹലോ ട്രെവർ എണ്ണോ, എവിടെയാണ് ട്രെവർ എണ്ണോ? എനിക്കാണെങ്കിൽ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ട്രെവർ എണ്ണന്റെ പരിചയത്തിലോ ട്രെവർ എണ്ണന്റെ വീട്ടിന്റെ ആ ഒരു പരിസരങ്ങളിൽ എവിടെയെങ്കിലും വല്ല ഓട്ടോറിക്ഷ വല്ലതും കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ട്രെവർ എണ്ണോ? എനിക്കൊരെണ്ണം മേടിക്കാൻ വേണ്ടിയിട്ട്. ഫ്രാങ്ക്ലിനെ, ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ആ ഒരു അങ്കിൾ ഇല്ലേ, ആ അങ്കിളിന്റെ ആ ഒരു ഗ്രാമത്തിൽ ഒരു ഓട്ടോറിക്ഷ കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഞാൻ എന്തായാലും വിളിച്ച് പറഞ്ഞേക്കാം, നീ അവിടെ ചെന്ന് നോക്കിയിട്ട് ആ ഒരു ഓട്ടോറിക്ഷ നിനക്ക് പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് മേടിച്ചോ കേട്ടോ. അവരാണെങ്കിൽ അവിടെ കുറെ നാൾ കൊണ്ട് ഉപയോഗിക്കാതിട്ടിരിക്കുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ നീ എടുത്തോ. ഓക്കെ ട്രെവറിനെ, ഓക്കെ സെറ്റ്. എടാ ഷിൻചാനെ, അവസാനം നമ്മൾ ട്രെവറിനെ വിളിച്ചിട്ട് ആ ഒരു കാര്യം സെറ്റ് ആക്കിയിട്ടുണ്ട്. കേറിക്കോ ചോപ്പേ, എടാ കേരള ചാടി അങ്ങോട്ടേക്ക്. ഗൈസ്, അപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തെങ്കിൽ പെട്ടെന്ന് വീഡിയോ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് കൂടെ സപ്പോർട്ട് കാര്യം മറക്കരുത് കേട്ടോ. ഫ്രാങ്ക്ലിൻ ഭായ്, കത്തിച്ചു വിട് ഫ്രാങ്ക്ലിൻ ഭായ് അങ്ങോട്ടേക്ക്. ആ ഒരു അങ്കിളിന്റെ ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും ആ ഒരു ഓട്ടോറിക്ഷ മേടിച്ചോണ്ട് പോയെന്ന് പോലും അറിയത്തില്ല കേട്ടോ. പെട്ടെന്നാവട്ടെ പോട്ടെ. എടാ ചോപ്പേ, നമുക്ക് എന്തായാലും ആ ഒരു അങ്കിളിന്റെ ഗ്രാമത്തിൽ നിന്ന് ആ ഒരു ഓട്ടോറിക്ഷ തന്നെ കിട്ടുമെന്നാടാ എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് ആരും ആ ഒരു ഓട്ടോറിക്ഷ മേടിച്ചോണ്ട് പോകാനൊന്നും ചാൻസ് ഒന്നുമില്ല. ട്രെവർ എണ്ണനെ വിളിച്ചത് കൊണ്ടിട്ട് ഇപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം അറിയാൻ പറ്റി കേട്ടോ. അവസാനം വിളിക്കാൻ വെച്ചിരുന്ന ട്രെവർ എണ്ണന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു കാര്യം നമുക്ക് കിട്ടിയത്. അവസാനം വിളിക്കേണ്ടുന്ന ട്രെവർ എണ്ണനെ ആദ്യമേ വിളിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എപ്പോഴേ പോയി ആ ഒരു ഓട്ടോറിക്ഷ എടുത്തോണ്ട് വരാമായിരുന്നു. ഫ്രാങ്ക്ലിൻ ഭായി, ആദ്യം നമ്മൾക്ക് ട്രെവർ എണ്ണനെ തന്നെ വിളിക്കേണ്ടതായിരുന്നു. ഫ്രാങ്ക്ലിൻ ഭായിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. ഇനി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കത്തിച്ച് വിടാൻ അങ്ങോട്ടേക്ക് ആ ഒരു അങ്കിളുടെ ഗ്രാമത്തിലേക്ക്? പെട്ടെന്ന് പോട്ടെ. ആ ഒരു ഓട്ടോറിക്ഷ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങളാണെങ്കിൽ നേരെ ആ ഒരു അങ്കിളിന്റെ ആ ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്. ട്രെവർ അണ്ണന്റെ ആ ഒരു അങ്കിളിന്റെ ഗ്രാമം എന്ന് പറയുന്നത് ദാണ്ട് ഇവിടെയാണ്. ഓക്കെ എടാ ഷിൻചാനെ, ട്രെവർ അണ്ണന്റെ അങ്കിൾ ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ നോക്കിക്കോ. ഇവിടെയൊന്നും അയാളെ ആണെങ്കിൽ കാണുന്നൊന്നുമില്ലല്ലോ. എടാ ഇവിടെ എവിടെയെങ്കിലും ഓട്ടോറിക്ഷ വല്ലതും കിടക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കിക്കോടാ ഷിൻചാനെ. എടേ ഇവിടെയാണെങ്കിൽ ആരും കാണുന്നൊന്നുമില്ല. അയാളാണെങ്കിൽ ഇനിയിപ്പോ കടലിൽ വല്ല മീനും വല്ലതും പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എടാ ഇറങ്ങിക്കോ. എടേ ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോ അങ്കിളിനെ എങ്ങനെ വിളിക്കും? അയാളുടെ കയ്യിലാണെങ്കിൽ മൊബൈൽ ഫോൺ പോലും ഇല്ല കേട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട്. ട്രെവർ അണ്ണനാണെങ്കിൽ പിന്നെ എങ്ങനെയാണോ ഇവിടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഇങ്ങോട്ട് നോക്ക്. ആ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ആ അങ്കിളെ, നമ്മുടെ ട്രെവർ അണ്ണനാണെങ്കിൽ വിളിച്ചായിരുന്നോ അങ്കിളിനെ? അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ നിൽക്കുന്ന നാട്ടില് നമ്മുടെ പയ്യന്മാര് അവന്റെ ഫോണിൽ വിളിച്ചിട്ട് ഇപ്പൊ കാര്യം പറഞ്ഞതേ ഉള്ളു കേട്ടോ. നിങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ വേണമെന്ന്. സംഭവം എന്റെ കയ്യിലാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഉണ്ട്, വാ ഞാൻ കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്ന് എനിക്കറിയത്തില്ല. ഫ്രാങ്ക്ലിനെ, ദാണ്ട കിടക്കുന്ന കണ്ടില്ലേ, ഇതാണ് കേട്ടോ ആ ഒരു ഓട്ടോറിക്ഷയ്ക്ക്. ഇതാണോ ഒരു ഓട്ടോറിക്ഷ? ഓ ഇത് മതി. എന്റെ മോനെ, ഇത് കണ്ടിട്ട് എന്നെ നല്ല കിടലുണ്ട് ഒരു വണ്ടി പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഇത് പുതുപുത്തൻ വണ്ടി പോലെയൊക്കെ ആണല്ലോ അങ്കിളെ കിടക്കുന്നത്. ട്രെവർ എണ്ണം പറഞ്ഞതാണെങ്കിൽ ഇതാണെങ്കിൽ ഒരുപാട് നാളായി എടുത്തിട്ടെന്നൊക്കെ അല്ലേ പറഞ്ഞത്. ഫ്രാങ്ക്ലി, പിന്നെ നിങ്ങളാണെങ്കിൽ ഈ ഒരു വണ്ടി നോക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ പയ്യന്മാരോട്ട് ഈ ഒരു വണ്ടിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാ പുതിയതുപോലെയൊക്കെ കിടക്കുന്നത്. ആക്ച്വലി ഇത് പഴയ വണ്ടി തന്നെയാണ് കേട്ടോ. ഓക്കെ ഇത് മതി ഷിൻചാനെ, ഇത് സെറ്റ് അല്ലേ? ഇതല്ലേടാ ഷിൻചാനെ നീ ഉദ്ദേശിച്ച സാധനം? അത് തന്നെ ഫ്രാങ്ക്ലിൻ ഭായി, ഇത് തന്നെ. ഇത് കൊണ്ടുപോയി കഴിഞ്ഞാല്
അല്ലെങ്കിൽ അവർ ഈ ഒരു വണ്ടിയിലെ കയറത്തുള്ളൂ. ഫ്രാങ്കിൻ ഭായ് ധൈര്യമായിട്ട് ഇതിനങ്ങോട്ടേക്ക് പൈസ കൊടുത്ത് മേടിച്ചോന്നേ. ഓക്കെ അങ്കിളെ, അപ്പൊ ഇതിനെന്തായാലും എത്ര രൂപയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എടാ അങ്ങനെയൊന്നുമില്ല, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാ മതി. ഇനിയിപ്പോ ക്യാഷ് തന്നില്ലേലും കുഴപ്പമില്ല. നമ്മുടെ ട്രെവറിന്റെ പിള്ളേരല്ലേ നിങ്ങളാണെങ്കിൽ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തിട്ട് പോയിന്നേ. ഹേയ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല. എന്തായാലും നമുക്ക് ആ ഒരു കാർ വിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ക്യാഷ് മുഴുവനും ഈ ഒരു അങ്കിളിനെ അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ ഗീസ്, അപ്പൊ എന്തായാലും ഈ ഒരു ഓട്ടോറിക്ഷ ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചിരിക്കുകയാണ്. എടാ ഷിൻജാനെ, ചോപ്പേ പിടിച്ച് നിന്നോണം കേട്ടോ. ഓട്ടോറിക്ഷയാണ്, നമ്മുടെ കാറ് പോലെയൊന്നും അല്ല. ഈ നമ്മുടെ കാറാണെങ്കിൽ ഇതാണ്ട് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, അതവിടെ കിടക്കട്ടെ, അത് നമുക്ക് പിന്നീടായിരുന്നാലും വന്ന് എടുത്തുകൊണ്ടൊക്കെ പോകാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ഗീസ്, അവസാനം ഞങ്ങളാണെങ്കിൽ ഓട്ടോറിക്ഷ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷ, എടാ ഷിൻജാനെ, ഇതൊക്കെയാണെങ്കിൽ ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടാണെന്നാണ് കേട്ടോ തോന്നുന്നത്. കാർ ഓടിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു വളവിലൊന്നും കൊണ്ടുവന്ന് എടുത്ത് വെച്ച് വളയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതാണെങ്കിൽ ചിലപ്പോൾ മറിഞ്ഞൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കി പോയാൽ മതി. ഓഫ് റോഡൊന്നും ഈ ഒരു വണ്ടിയൊന്നും കൊണ്ട് കയറ്റാനേ പറ്റത്തില്ല കേട്ടോ. ഓഫ് റോഡ് പോകേണ്ട വണ്ടിയെ ഇതാണെങ്കിൽ, അതുകൊണ്ട് ഈ ഒരു ഓഫ് റോഡ് ഇറങ്ങുന്നത് വരെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കി മാത്രമേ നമുക്ക് ഈ ഒരു ഓഫ് റോഡൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. എടാ, ഈ ഒരു വണ്ടിയും കൊണ്ട് ഞാനാണെങ്കിൽ നേരത്തെ കുറെ ആൾക്കാരെ ആണെങ്കിൽ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കാടാ പോകാൻ വേണ്ടി പോകുന്നത്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ ഒരു വണ്ടിയിൽ കയറോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കണമല്ലോ. ഫ്രാങ്കിൻ ഭായ് നോക്കിപ്പോ, ഫ്രാങ്കിൻ ഭായ് നോക്കിപ്പോ. കാർ ഓടിക്കുന്നത് പോലെ ഭയങ്കര സ്പീഡിലൊന്നും ഓടിക്കരുത് കേട്ടോ. ഈ ഒരു വണ്ടിയാണെങ്കിൽ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാല് ഈ ഒരു വണ്ടിയൊക്കെ മിക്കവാറും വഴിയിൽ കിടക്കും. ഇല്ലടാ ഷിൻജാനെ, ഇല്ല ഇല്ല ഇല്ല. എന്തായാലും നമുക്കാണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ നമുക്ക് കിട്ടിയല്ലോ. എന്തായാലും നമുക്ക് നേരെ സിറ്റിയിലേക്ക് പോടാ. ഇതുകൊണ്ട് സിറ്റിയിലേക്ക് പോവാം. ഇന്ന് എല്ലാവരും ഈ ഒരു വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് എന്തായാലും നല്ല രീതിയിലൊക്കെ തന്നെ ഇതിൽ സെയിൽ നടക്കുമെന്നാടാ തോന്നുന്നത്. ഈ ഒരു വണ്ടിയാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പഴയ വണ്ടിയാണെന്നൊന്നും പറയത്തൊന്നും ഇല്ല കേട്ടോ. ഇതാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പക്ക പുതിയ വണ്ടി പോലെയൊക്കെയാടാ ഷിൻജാനെ തോന്നുന്നത്. അതുപോലെ ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയാടാ ഈ ഒരു വണ്ടിയാണെങ്കിൽ. കൊള്ളാം 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 കൊള്ളാം. എന്തായാലും നേരെ കത്തിച്ചു വിടാം. കേസ് അങ്ങനെ നേരത്തെ ഞാനാണെങ്കിൽ ആൾക്കാരെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്തേക്കാട്ടോ വന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ആരെങ്കിലും ഈ ഒരു ഓട്ടോറിക്ഷയിൽ കയറുമോ നോക്കട്ടെ. എടാ ഷിൻജാനെ, ചോപ്പേ, നിങ്ങളാണെങ്കിൽ വണ്ടിയിൽ തന്നെ നിന്നാൽ മതി. ഞാൻ പോയി ഒന്ന് വിളിച്ചിട്ട് വരട്ടെ. ഈ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ ഒരു ലോസ് ആൻഡോസ് സിറ്റിയിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഹലോ ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വളരെ തുച്ഛമായ റേറ്റിന് ഓട്ടോറിക്ഷ കൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ആർക്കെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വന്നോളൂ. ഓട്ടോറിക്ഷയിൽ ഞാനാണെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്നാക്കി തരാം. കേറിക്കോ. എല്ലാവരും വന്നോ? എല്ലാവരും വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. ഓരോരുത്തരായിട്ട് പറഞ്ഞു, ഓരോരുത്തരായിട്ട്. നിങ്ങളാണ് ഓരോ ഓട്ടോറിക്ഷ. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് ബീച്ച് വരെ ഒന്ന് പോകണം. പെട്ടെന്ന് വണ്ടി എടുക്ക്. ആ ഓക്കെ കേട്ടോ, ഓക്കെ. വന്ന് കേറിക്കോ. പെട്ടെന്ന് കേറിക്കോ കേട്ടോ. പെട്ടെന്ന് കേറിക്കോ. ചേട്ടന് പെട്ടെന്ന് പോകണമെന്നല്ലേ പറഞ്ഞ? കേറിക്കോ. പെട്ടെന്ന് വിട്ടോ. ഫ്രാങ്കിൻ ഭായ് പെട്ടെന്ന് കത്തിച്ചു വിട്ടോ. ഫ്രാങ്കിൻ ഭായ്, അടുത്ത് നമുക്ക് ബീച്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വേറെ ആളെ കിട്ടുമെന്നാ തോന്നുന്നത്. പെട്ടെന്ന് പോട്ടെ. ഫ്രാങ്കിൻ ഭായ്, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഓട്ടോറിക്ഷയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓട്ടോയിലാണെങ്കിൽ ആൾക്കാരൊക്കെ കയറാൻ ക്യൂ ആയിരിക്കുന്നത്. കണ്ടില്ലേ ഫ്രാങ്കിൻ ഭായ്, നമ്മൾ വണ്ടി കൊണ്ടുവന്ന് ഇടുന്നതിന് മുമ്പ് ആൾക്കാരാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ കയറിയത്. അതേടാ ഷിൻജാനോ, അതെ. എന്തായാലും നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം കേസ്. ഇയാളെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ ആദ്യത്തെ കൈ നീട്ടം നമുക്ക് ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. ഓക്കെ കേസ്, അങ്ങനെ ഞങ്ങളാണെങ്കിൽ നേരെ ബീച്ചിലേക്ക് അയാളെ കൊണ്ടുവന്ന് ഇറക്കി ഫസ്റ്റ് കൈ നീട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത ആൾ വന്ന് ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട്, ചേട്ടന്മാരെ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കേറിക്കോ. ഓട്ടോറിക്ഷ താണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഫ്രീ ആയിട്ട് ഓടാൻ വേണ്ടിയിട്ടല്ല, പൈസയും കാര്യങ്ങളൊക്കെ തന്നാൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. കേറിക്കോ. ഇയാളെ കണ്ടിട്ട് എവിടെയോ പോകാനുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. ചേട്ടനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയിലോട്ട് കയറിക്കോ, ഞാൻ കൊണ്ടുവന്നാക്കി തരാമെന്ന്. എനിക്ക് ഒരിടത്തേക്കും പോകാനൊന്നുമില്ല, പക്ഷെ എനിക്കാണെങ്കിൽ കുറച്ച് ലഗേജ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ എന്തായാലും ആ ഒരു വണ്ടിയിലേക്ക് എടുത്തു വെച്ചുതരാം. നിങ്ങളാണെങ്കിൽ സ്ഥലത്ത് കൊണ്ടുപോയാൽ മതി. ഞാൻ ക്യാഷ് തന്നോളാം കേട്ടോ. ഓക്കെ, ലഗേജ് എടുത്ത് വയ്ക്കാൻ ഞാൻ ഇപ്പോ വണ്ടിയിൽ. ഓക്കെ കേസ്, അങ്ങനെ അയാളാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഓട്ടോറിക്ഷയുടെ പിറകിലാണെങ്കിൽ അവർ ലഗേജ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷിൻജാനെ, നമുക്കാണെങ്കിൽ ഓട്ടങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റടാ ഷിൻജാനെ, സെറ്റ്. ടാക്സി എടുത്തിട്ട് എനിക്കാണെങ്കിൽ ഒരു ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോ രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മളിപ്പോ ഈ ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാധനം നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ടാക്സിയുടെ ക്യാഷും കാര്യങ്ങളൊക്കെ അയാളാണെങ്കിൽ ഓൾറെഡി അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നേരെ ഇതും കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് അങ്ങ് ഇറക്കി കൊടുത്തേക്കാം. ഷിൻജാനെ, ഇന്നെന്തായാലും നമുക്ക് നല്ല രീതിയിൽ സെയിൽ നടക്കും. ഇന്ന് മുഴുവനും നമ്മൾ എന്തായാലും ഈ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഫുള്ള് സെറ്റ് ആവാൻ വേണ്ടി പോവുകയാണ് ഗേസ്. ഓക്കെ, ഇല്ലടാ ചിഞ്ചാന, ഇല്ല. നിങ്ങൾ പറഞ്ഞു തന്ന ഐഡിയ ആണ് ഇതാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായിരുന്നാലും നല്ല രീതിയിലുള്ള ട്രീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ ഗൈസ്, അങ്ങനെ രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മുഴുവനും ഞങ്ങളാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഓടിയിട്ട് ഫുള്ള് സെറ്റ് ആയിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന്. ഷിൻചാനെ ചോപ്പേ, നിങ്ങൾ പറഞ്ഞ ഐഡിയ എന്തായാലും കൊള്ളാടാ, കൊള്ളാം. ഫ്രാങ്ക്ലിൻ ഭായി, എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയക്ക്? അടിപൊളിയല്ലേ? ഇതാണ് പറയുന്നത്. എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് ചോദിക്കണമെന്ന്. ഇനിയും എന്തെങ്കിലും ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഏട്ടാ ഷിൻചാനെ, ഓക്കെ. എന്തായാലും നിങ്ങളടുത്ത് തന്നെ ഞാൻ ചോദിച്ചോളാം ഇനി എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതുവരേക്കും ബൈ ഗൈസ്.